സുഖമല്ലേ എല്ലാവർക്കും? സ്കൂൾ തുറക്കാറായി അടുത്ത വർഷം 10ലേക്കാണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഉണ്ട്. എന്താ അത്? ഇങ്ങനെ ഉഴപ്പി നടന്നോ, 10ാം ക്ലാസ് അടുത്ത പ്രാവശ്യം. ഇത് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അല്ലേ? നമ്മൾ ഉഴപ്പിപ്പോയി, എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. ഇനി അടുത്ത എന്താന്ന് നമുക്കൊന്ന് ആലോചിക്കാം അല്ലേ? നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാതെ പോയതോ അല്ലെങ്കിൽ നിങ്ങൾ ഉഴപ്പിയതോ ഒന്നും നിങ്ങളുടെ കുഴപ്പമല്ല. അതാണ് ആദ്യം മനസ്സിലാവേണ്ടത്. എത്രയെന്നും പറഞ്ഞ് നമ്മളൊക്കെ വീട്ടിൽ ഇരുന്ന് പഠിക്കും അല്ലേ? സ്കൂളിൽ പോയി ഫ്രണ്ട്സിനെ കണ്ട് ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് പഠിക്കേണ്ട നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ബോറടിക്കില്ലേ? അതൊക്കെ സാധാരണയാ. അപ്പം ഈ 2 കൊല്ലം കൊണ്ട് ഉഴപ്പൻ അല്ലെങ്കിൽ ഉഴപ്പി എന്ന പേര് കേട്ട് എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഐഡിയ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടാ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഒരു പേടി വരുന്നേ? എല്ലാവരും പറയും അല്ലേ, 8ലെയും 9ലെയും ബുക്കൊക്കെ എടുത്ത് വായിക്കുക. വെക്കേഷനിൽ നമ്മുടെ അമ്മയും അച്ഛനും ടീച്ചേഴ്സും ഒക്കെ പറയുന്നതാണ്. എന്താ, 8ലെയും 9ലെയും ബുക്കൊക്കെ എടുത്ത് വായിക്കുക, 10ാം ക്ലാസ് പരീക്ഷ വരുന്നേ അല്ലേ? അതെന്തുകൊണ്ടാണ് അവർ പറയുന്നേ? കാര്യം അവർ പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നുമെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് 8ലെയും 9ലെയും ബേസ് ആവശ്യമുണ്ട്. എന്തിനാ? 10ാം ക്ലാസ്സിലേക്ക് അല്ലേ? ഇപ്പം മാത്സിൽ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കുന്നത്? ഐഡന്റിറ്റീസ് പഠിക്കുന്നുണ്ട്. ഓൾജിബ്ര എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഓൾജിബ്ര ഇഷ്ടമാണോ? എനിക്കും പണ്ട് ഇഷ്ടമല്ലായിരുന്നു, ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഓൾജിബ്ര. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒന്നും എനിക്ക് ഓൾജിബ്രയെ അറിയത്തില്ലായിരുന്നു. അവസാനം 9ാം ക്ലാസ്സിൽ ഞാനൊരു ട്യൂഷന് പോയി. ട്യൂഷന് പോയപ്പം ആ മിസ് ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഓൾജിബ്രയിലെ ഐഡന്റിറ്റീസ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എന്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തതെന്ന്. ബേസ് അറിയണ്ടേ? ബേസ് അറിയാതെ എങ്ങനെയാ ചെയ്യുക? അതല്ലേ നിങ്ങളുടെയും പ്രശ്നം? അത് തന്നെയാണ് പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബേസ് പഠിക്കണം, വേണ്ടേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം മിസ് ചോദിക്കട്ടെ, a⁻m⁴n എങ്ങനെ ചെയ്യാൻ പറ്റും? കുറേ പേര് പറയും a⁻m+n എന്ന് പറയും, കുറേ പേര് പറയും a⁻m⁴n എന്ന് പറയും. ശരിയല്ലേ? ആകെ കൺഫ്യൂഷനായി. 2 കൊല്ലം 2 മാസം ബുക്കും എടുത്തിട്ടില്ല, എല്ലാം മറന്നുപോയി. പക്ഷേ ഇതെല്ലാം ബേസ് വച്ച് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 10ാം ക്ലാസ്സിൽ അങ്ങ് പൊളിക്കാം. റെഡിയല്ലേ? ആ ഉഴപ്പൻ അല്ലെങ്കിൽ ഉഴപ്പി എന്നുള്ള പേര് നമുക്ക് അങ്ങോട്ട് മാറ്റാം. റെഡിയല്ലേ? പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇംഗ്ലീഷിൽ ഗ്രാമർ 10ാം ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ഗ്രാമർ ഭാഗങ്ങളുണ്ട്. കോൺവെർസേഷൻസ് ചോദിക്കും ഇല്ലേ? അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്, എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു സാധനമാണ് ഫ്രേസൽ വെർബ് അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുക? ഒരുപാട് എളുപ്പവഴികളുണ്ട് ഫ്രേസൽ വെർബ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട്. CCPP എന്ന് പറയുന്ന കോഡുണ്ട്. KKPP നമുക്കറിയാം അല്ലേ? CCPP എന്താ? അങ്ങനെയൊക്കെ കുറേ കോഡുകൾ ഉണ്ടെന്ന് ഇംഗ്ലീഷിലും അതുപോലെ മാത്സിലും ഒക്കെ. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു 2 അല്ലെങ്കിൽ ഒരു 3 ഡിജിറ്റ് നമ്പർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര നേരം എടുക്കും അല്ലേ? തല പോകുകയും, പ്രത്യേകിച്ച് ഈ 2 മാസത്തെ പീരീഡിൽ. അപ്പോൾ അതിനൊക്കെ എളുപ്പവഴികളുണ്ട്. നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാലോ? റെഡിയല്ലേ എല്ലാവരും? അപ്പോൾ ഈ ഒരു കാര്യത്തോടു കൂടി CC+ലെ കുട്ടികൾക്ക് മാത്രമല്ല, ഒരുപാട് കുട്ടികളുടെ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ പറയും ഞങ്ങളുടെ കുട്ടികളിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പേടിയായിട്ട് പാടില്ല. അപ്പോൾ ഈ പേടിയെല്ലാം നമുക്കങ്ങ് മാറ്റി വെക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഞങ്ങൾ ഇവിടെ CC+ലെ എല്ലാ ടീച്ചേഴ്സും, നിങ്ങൾക്കറിയാവുന്ന ടീച്ചേഴ്സ് അല്ലേ എല്ലാവരും? നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ അമൽ സാറുണ്ട്, യമുന മിസ് ഉണ്ട്, ലിറ്റി മിസ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരും, ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും കൂടി നിങ്ങൾക്ക് ഒരു 10 ദിവസത്തെ ഫ്രീ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ബോർഡിൽ എഴുതി ക്വസ്റ്റ്യൻ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ക്ലാസ് ഒന്നും അല്ല കേട്ടോ. നല്ല രസമായിട്ട് കഥയൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് നമുക്ക് അടിച്ച് പൊളിച്ചങ്ങ് പഠിക്കാം. എന്തേ? റെഡിയല്ലേ? 10 ദിവസത്തെ ക്ലാസ് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ എല്ലാ പ്രാവശ്യവും സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ജൂൺ 1ാം തീയതി സെറ്റായിട്ട് നമ്മൾ ടൈം ടേബിൾ ഇടും. 2ാം തീയതി പോവും, 3ാം തീയതി പോവും, 4ാം തീയതി നമ്മളത് അടച്ചു വെക്കും. മടിയാവും അല്ലേ? അങ്ങനെയൊന്നും അല്ലാതെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് നല്ല ഫുൾ എനർജിയിൽ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. പഠിക്കുകയല്ല, കളിച്ചു നോക്കാം അല്ലേ? അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഈ മാസം, അതായത് മെയ് 15ാം തീയതി മുതൽ CC+ലെ എല്ലാ അധ്യാപകരും, നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാ അധ്യാപകരും വരികയാണ് ഫ്രീ ലൈവ് സെഷൻസുമായിട്ട്. ഈ ലൈവ് സെഷൻസിൽ നിന്ന് ജോയിൻ ചെയ്യൂ. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ഉഴപ്പെന്നും ഉഴപ്പീന്നും ഉള്ള പേരൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, അത് ഉറപ്പാണ്. റെഡിയല്ലേ? അപ്പോൾ ഈ വരുന്ന 15ാം തീയതി മുതലുള്ള ഫ്രീ ക്ലാസ്സസ് ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോനോടൊപ്പം ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക.
അതുപോലെ പാരൻസിനോടും ഒരു കാര്യം പറയാനുണ്ട്. ഇത് കാണുന്ന പാരൻസ്, നമുക്കറിയാം ലേണിംഗ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുട്ടികളിലുണ്ട്. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല. നമ്മൾ അവരെ വഴക്ക് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ശകാരിച്ചത് കൊണ്ടോ അതിനൊരു ഔട്ട്പുട്ട് ഇല്ല അല്ലേ. അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി പഠനത്തിലേക്ക് സ്മാർട്ടായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിലേക്കുള്ള 10 ദിവസത്തെ ഫ്രീ ക്ലാസ് ആണ്. ഒരുപാട് ഹെൽപ്ഫുൾ ആവും നിങ്ങളുടെ കുട്ടികൾക്ക്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് പാഷനായിട്ട് കണ്ടു കിടക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും അവർ തുടങ്ങട്ടെ അവരുടെ പഠനം. ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാവും. ലേണിംഗ് ഗ്യാപ്പ് എന്നൊരു കാര്യം പാരൻസ് മറന്നു തന്നെ പോകും. അത് ഞങ്ങളുടെ ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യിക്കണം, താഴെ കാണുന്ന ഈ ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ കൂട്ടുകാരോട് ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സും കൂടി ഉണ്ടെങ്കിൽ രസമല്ലേ അത്? അതെ, എന്ത് രസാ അല്ലേ, കളിച്ചും ചിരിച്ചും ഒക്കെ പഠിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയാം 10 ദിവസത്തെ ഈ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും വരട്ടെ. നമുക്ക് ഒരുമിച്ച് കളിച്ച് ചിരിച്ച് പഠിക്കാം. സെറ്റ് അല്ലേ? മറക്കണ്ട, മെയ് 15 കാണാം നമുക്ക്.